ഫിറ്റ്നസ് വണ്ടിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീട് പ്ലാപ്പറ്റയാണ് കേട്ടോ, പാലക്കാട് ജില്ലയിലെ. അപ്പോൾ അവിടെ പോയപ്പോൾ ചേനപ്പൂവ് കിട്ടി. അതാണിത്. എന്ത് ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ രൂപത്തിലാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് ആ സെൻറ്ററിലുള്ള ആ ബ്രൗണ് വിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും പറ്റില്ല, ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പം ഞാനത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നുറുക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കട്ടെ. അത് അങ്ങനെ വെച്ചിട്ട് നുറുക്കാം നമുക്ക്. അങ്ങനെ ഞാൻ എല്ലാ കളറും ഉണ്ട് കണ്ടില്ലേ, ബ്രൗണ്, ഗ്രീന്, യെല്ലോ, നല്ല രസമുണ്ട് അത് നുറുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നുറുക്കിയിട്ട് കഴുകിയിട്ട് ഞാൻ കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ചു. മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, അതെല്ലാം കൂടി നമ്മൾ വറുത്തരച്ചിട്ട് ചിക്കൻ കറി വയ്ക്കില്ലേ, അതുപോലെ മസാലക്കറി വെക്കുന്ന പോലെയാണ് ഞാൻ വെക്കാൻ പോണത്. അപ്പോൾ കുക്കറിൽ ഇതാദ്യം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 1-2 വിസിൽ മതിയാവും. ചേനപ്പൂ വറുത്തരച്ചിട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ വറുത്തരച്ച് കറി വെക്കുന്ന പോലെ പാൻ എടുക്കുക, അതിലേക്ക് മല്ലി ഇടുക, കുരുമുളക്, ജീരകം, പട്ട, ഗ്രാമ്പ്, ഏലക്ക, ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി വറുത്തെടുക്കുക. നല്ല കരിയാൻ വേണ്ടി സാധാരണ നമ്മൾ വറുത്തരച്ച് കറി വെക്കില്ലേ മസാലക്കറി, അതേപോലെ ആയാൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി വറുത്തെടുക്കുന്നുണ്ട്. ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്കത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് അരയ്ക്കാൻ എടുക്കാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും തക്കാളിയും എല്ലാം ഇട്ടൊന്ന് വഴറ്റുക. ഇത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിലൊരു 2 വിസിൽ വന്നു കഴിഞ്ഞു. അത് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് അരച്ചെടുക്കാം. ചെറിയ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ഈ നമ്മൾ വറുത്തച്ച മല്ലി മുളകും ഇല്ലേ, അതിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടിയും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, വറുത്തരച്ച കറി പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ മട്ടൺ മസാലപ്പൊടിയാണ് ചേർക്കുന്നത്, ഒരു ശകലം മണത്തിന് വേണ്ടിയിട്ട്. മറ്റേ ആ കുത്തണ മണമൊന്നും ഉണ്ടാവില്ല, അതൊന്നും ഇതാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് അരച്ചത് ഒഴിച്ചിട്ട് ആ വഴറ്റിയ സവാളയിലേക്ക് നമ്മുടെ ഈ അരപ്പ് ഒഴിച്ചിട്ട് നന്നായി വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ തന്നെ ഒരു ബ്രൗൺ കളറ് പോലെ ആവും, നല്ല കളറ് ചേഞ്ച് ആവും, നല്ല മണം ഉണ്ടാവും കേട്ടോ. അത് അപ്പോഴേക്കും ഞാനിത് ചേനപ്പൂ വേവിച്ചിട്ടുണ്ടായിരുന്നില്ല, മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അതെടുത്തിട്ട് നമ്മൾക്ക് ഇതിലേക്ക് മാറ്റാം, മസാലയിലേക്ക് ഇടാം. എന്നിട്ട് നന്നായി വഴറ്റിയിട്ട് നല്ല തിളപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. നല്ലൊന്ന് തിളച്ച് വരുമ്പോൾ കുറുകിയ പോലെ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് താളിച്ച് കൊട്ടാം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് കടുകിടുക. അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഒരു 2-3 എണ്ണം ചെറിയതായി നുറുക്കിയിട്ട് നമ്മൾ വറുത്ത് കൊട്ടില്ലേ, അതുപോലെ അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് നമുക്കിതിലേക്ക് വറുത്ത് കൊട്ടാം. എന്നിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞാൽ അടിപൊളി ചേനപ്പൂവ് മസാലക്കറി റെഡിയായി. അതിലേക്ക് ചൂട് ചോറും ഈ മസാലക്കറിയും ഞാനിവിടെ പടവലങ്ങയും പരിപ്പും കൂടിയും ഒരു കറി വെച്ചിട്ടുണ്ട്, മുളകൂഷ്യം പോലെ. അത് രണ്ടും കൂടിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.